ഇത് എക്സ്പെക്റ്റഡ് ആണിത്. ഇത് പണ്ടേ ബി ജെ പി ഗവൺമെൻറ്റിന് ഈ ആശയം അറിയാമായിരുന്നു. ഞാനവിടെ ഒരു 3 years ഓഫ് ആൻഡ് ഓൺ, നമ്മൾ ഈ കമാൻഡോസിലായിരുന്ന സമയത്ത് നമ്മൾ 2 മാസം പോവും, ഒരു സ്ഥലത്ത് കിടക്കും, ഒരു ഹെലികോപ്റ്റർ ഉണ്ടാവും, എന്തെങ്കിലും ഓപ്പറേഷൻ വരുന്ന സമയത്ത് ഹെലികോപ്റ്റർ എടുക്കുന്നു, അവിടെ പോകുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, അങ്ങനെയാണ്. അപ്പം ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഈ കാശ്മീരിനെ മുഴുവൻ ഒബ്സർവ് ചെയ്യും. നമ്മൾ നടക്കും, വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാശ്മീർ എന്ന് പറഞ്ഞാൽ ഫുൾ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്ന കാശ്മീരായിരുന്നു. ഫ്ലാഗ് അടക്കം അവിടെ ഇവിടെ എല്ലാം പൊക്കി വെച്ചിട്ടുണ്ടായിരിക്കും. കയ്യിലെ വാച്ചിലെ ടൈം അരമണിക്കൂർ പിറകിലായിരിക്കും. നമുക്കിവിടെ 5:30 മണിയായിട്ടുണ്ടെങ്കിൽ അവൻ 5 മണിയായിട്ടുള്ളൂ അവൻ്റെ വാച്ചിൽ. അത്രയും പാകിസ്ഥാനോട് ചേർന്ന് നിന്നിരുന്ന ആളുകൾ പട്ടിണി കിടന്ന ടൂറിസം മുഴുവൻ അങ്ങ് നശിച്ചുപോയി. പിന്നെ ഭരിച്ചിരുന്ന ഫറൂഖ് അബ്ദുള്ള ആൻഡ് ഗ്യാങ്, റുബൈയ, മറ്റേ മുഫ്തി മുഹമ്മദിൻ്റെ ഫാമിലി, ഈ 2 ഫാമിലി, മെഹബൂബ സൈദിയും ഈ ഗ്യാങ്ങൊക്കെ ആയിരുന്നു. ഈ 2 പേരാണ് ഭരിച്ചിരുന്നത്. ഈ 2 പേരും എന്ത് ചെയ്യുക വെച്ചാൽ സെൻട്രൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ അവർ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലേക്കും അവരുടെ കുടുംബക്കാർക്കും ചിലവാക്കും. കാശ്മീരി ജനതയ്ക്ക് ഒരിക്കലും 5 പൈസ കിട്ടില്ല. അവിടെ വില്ലേജുകളിൽ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വില്ലേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്.